നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ അക്രമങ്ങളുടെ പേരിലും സർക്കാരും NSSഉം നേർക്കുനേർ. കലാപത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് NSS ആരോപിച്ചപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം സംഘപരിവാർ സംഘടനകളുടെ ആഹ്വാനത്തെ തുടർന്ന് വിവിധയിടങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട അക്രമ പരമ്പരകൾ തുടരുന്നതിനിടെയാണ് കലാപത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന ആരോപണവുമായി NSS രംഗത്തെത്തിയത്. സമാധാനമായി പരിഹരിക്കാവുമായിരുന്ന പ്രശ്നം സങ്കീർണമാക്കിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സുപ്രീംകോടതി വിധിയുടെ മറവിൽ നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിലൂടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുവരുന്നതെന്നും NSS കുറ്റപ്പെടുത്തുന്നു. എന്നാൽ NSSന്റെ വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകി. വസ്തുതകൾ പരിശോധിക്കാതെയാണ് NSS പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി NSS കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കഷ്ടമായി പോയെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് നാടിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും RSSനെയും BJPയും സഹായിച്ചാൽ നാം എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കാനായിട്ട് NSS നേതൃത്വത്തിന് ആകെ സാധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. NSS RSSന് കുട പിടിക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. ന്യൂസ് 18 കോട്ടയം, തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. പാലക്കാട്ട് DYFI പ്രവർത്തകന് വെട്ടേറ്റു. കണ്ണൂർ തലശ്ശേരിയിലും പാട്യത്തും BJP ഓഫീസുകൾ ആക്രമിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് 7 BJP പ്രവർത്തകരെയും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്തു. സംഘർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ 5397 പേർ അറസ്റ്റിലായതായാണ് പോലീസ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ അശാന്തി പടർത്തി അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ DYFI പ്രവർത്തകന് വെട്ടേറ്റു. കുറ്റിക്കോട്ട് പാന്തോട്ടത്തിൽ ഷബീർ അലിക്കാണ് വെട്ടേറ്റത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി വെട്ടുകയായിരുന്നു. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ അറസ്റ്റിലായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ ഡ്രൈവർ സുധീഷും അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂരിൽ NGO യൂണിയൻ കൗൺസിലർ P. വിമൽകുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. കൊളശ്ശേരി വാച്ചിമുക്കിലെ വീടിന് പുലർച്ചെയാണ് ബോംബെറിഞ്ഞത്. വീടിന്റെ ജനൽ ഗ്ലാസുകൾ തകർന്നു. വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഇരുത്തി ഭാഗം തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാലുകൾ തകർന്നു പോയിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ റിമാൻഡിലാണ്. പ്രധാന പ്രതിയും RSS ജില്ലാ പ്രചാരകനുമായ പ്രവീണിനെ സഹായിച്ചവരും അക്രമം നടത്തിയവരുമാണ് അറസ്റ്റിലായത്. പ്രവീണിന്റെ സഹോദരൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ രാത്രിയിൽ ബോംബേറുണ്ടായി. വീടിന്റെ ജനൽ ചില്ല് തകർന്നു. പാട്യം പത്തായക്കുന്നിലെ BJP ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പുലർച്ചെ 1 മണിയോടെ ഓഫീസിന് നേരെ ഒരു സംഘം കല്ലെറിയുകയായിരുന്നു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. മാണിക്കോത്ത് ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത്. വർഗീയത പരത്തുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് DGPയുടെ നിർദ്ദേശം. സമാധാന യോഗങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും കണ്ണൂരും പാലക്കാടും സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 426 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും മനു ഭരത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ഹർത്താലിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സർക്കാർ ഉടൻ ഗവർണർക്ക് കൈമാറും. നാശനഷ്ടത്തിന്റെ വിശദമായ കണക്ക് ഉൾപ്പെടെയാകും റിപ്പോർട്ട് കൈമാറുക. ആക്രമണങ്ങളിൽ പ്രതികളായ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നെങ്കിലും സമഗ്രമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് റവന്യൂ വകുപ്പുകളോട് പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശനഷ്ട കണക്കുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ള ഗവർണർ ഇന്ന് തിരിച്ചെത്തും. അതിനുശേഷം സർക്കാർ റിപ്പോർട്ട് കൈമാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ ഫോണിൽ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. ക്രമസമാധാന നില സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും. അക്രമം നടത്തിയവരുടെ അറസ്റ്റ് 3 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന തരത്തിലാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തുന്നതും. എന്നാൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് RSS നേതാവ് പ്രവീൺ ബോംബെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
ഹർത്താൽ ദിവസം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ളയാളും ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിക്കാനിരുന്ന പൊന്നാനി കാഞ്ഞിരമുക്ക് സ്വദേശി അരുൺകുമാറാണ് പൊന്നാനി SIയുടെ കൈയൊടിച്ച കേസിൽ റിമാൻഡിലായത്. ഹർത്താൽ ദിവസം പൊന്നാനി CB ജംഗ്ഷനിലായിരുന്നു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. CIയും SIയും ഉൾപ്പെടെ 7 പോലീസുകാർക്ക് പരിക്കേറ്റു. SI നൌഫലിന്റെ കൈയൊടിഞ്ഞു. 2 സിവിൽ പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസിനെതിരായ ആക്രമണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് പോലീസിൽ ചേരാനിരിക്കുന്ന BJPയുടെ സജീവ പ്രവർത്തകൻ കൂടിയായ അരുൺകുമാർ. അന്ന് പോലീസ് പകർത്തിയ വീഡിയോയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുൺകുമാർ പിടിയിലായത്. ഇയാൾക്കെതിരെ വധശ്രമം, പരിക്കേൽപ്പിക്കൽ, സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സുന്ദരരാജൻ സർവീസിലിരിക്കെ മരിച്ച സാഹചര്യത്തിലായിരുന്നു അരുൺകുമാറിന് നിയമനം ലഭിച്ചത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് അരുൺകുമാർ കേസിൽ അകത്താകുന്നത്. സർവീസിൽ പ്രവേശിക്കാനിരിക്കെ പോലീസിനെ തന്നെ ആക്രമിച്ചതിന് പിടിയിലായതോടെ ഇയാളുടെ നിയമനം ഇനി സാധ്യമാകില്ല. അരുൺകുമാറിന് പുറമെ 5 പേർ കൂടി കേസിൽ റിമാൻഡിലുണ്ട്. പൊന്നാനി സബ് ജയിലിലാണ് ഇപ്പോഴിവരുള്ളത്. CV അനുമോദ്, ന്യൂസ് 18, മലപ്പുറം. KSRTCക്കുണ്ടായ നഷ്ടം അക്രമികളിൽ നിന്ന് ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. നഷ്ടം നികത്താൻ അക്രമികളുടെയും നേതാക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടും. തുക ഉപയോഗിച്ച് KSRTC പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. 3,35,00,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടതാണ് കണക്കാക്കിയിരിക്കുന്നത്. നേരിട്ട് CCTV ക്യാമറ മുഖാന്തരം വ്യക്തമാകുന്ന പ്രതികൾക്കും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കുമെതിരെ ഈ പ്രത്യേക PDP ആക്ട് അനുസരിച്ചാണ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക. അതനുസരിച്ചുള്ള കുറ്റം ചുമത്തി നഷ്ടം ഈടാക്കാനുള്ള ആവശ്യമാണ് KSRTC പോലീസ് അധികാരികളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ശബരിമല തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് രേഖകൾ. മറ്റ് ജീവനക്കാരെ പോലെ സർക്കാർ നിയമങ്ങളെല്ലാം തന്ത്രിമാർക്കും ബാധകമാണെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ മാറ്റാൻ ബോർഡിന് അധികാരമുണ്ടെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാരെ പോലെ തന്ത്രിയെ മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയുമെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ദേവസ്വം മാനുവൽ പറയുന്നത് ഇങ്ങനെ: തന്ത്രിമാർക്ക് സർക്കാർ ദേവസ്വത്തിൽ തന്ത്രമുള്ളിടത്തോളം കാലം ജോലി സംബന്ധിച്ച് മറ്റു ജീവനക്കാരെ പോലെ വകുപ്പിന്റെ നിയന്ത്രണത്തിന് അധീനമായിരിക്കുന്നതും ഗവൺമെന്റ് നിയമങ്ങൾക്ക് വിധേയമായിരിക്കുന്നതുമാണ്. വ്യക്തമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ മറ്റേത് ജീവനക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നടപടിയും തന്ത്രിക്കെതിരെയും സ്വീകരിക്കാൻ നിയമമുണ്ട്. തന്ത്രിയെ നിയമിച്ച ദേവസ്വം ബോർഡിന് മാറ്റാൻ അധികാരമുണ്ടെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും ഇതാണ്. നിശ്ചയമായിട്ടും യാതൊരു സംശയമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ചെയ്തത് സുപ്രീം കോടതി വിധിയുടെ ലംഘനം തന്നെയാണ്. അയിത്താചാരത്തിൻ്റെ പ്രശ്നം അതിനകത്ത് ഉയർന്നിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുള്ളൊരു കാര്യമായിട്ടത് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിന്, നമ്മുടെ പാരമ്പര്യത്തിന് നിരക്കുന്ന ഒന്നല്ല എന്ന് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഉടൻ പുതിയ തന്ത്രിയെ നിയമിക്കേണ്ടി വരും. മകരവിളക്ക് പൂജയ്ക്കിടയിൽ ഇതിന് പ്രായോഗിക പ്രയാസമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് മറുപടിക്കായി 15 ദിവസ സമയം തന്ത്രിക്ക് നൽകിയത്. R. കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ NK പ്രേമചന്ദ്രൻ MPയെ തള്ളി RSP ദേശീയ നേതൃത്വം. സ്ത്രീ സമത്വത്തിനൊപ്പമാണ് പാർട്ടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന NK പ്രേമേന്ദ്രൻ നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. എത്ര വർഷം പഴക്കമുള്ള ആചാരമാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് പാർട്ടി. വിധി നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. We support Supreme Court decision for allowing the women to enter the Ayyappa Mandir. We support that stand. That is our stand. ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രേമേന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നു. UDF അംഗങ്ങൾക്കൊപ്പം പ്രേമേന്ദ്രൻ വാർത്താ സമ്മേളനവും നടത്തി. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് പ്രേമേന്ദ്രൻ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകൾ. ന്യൂസ് 18 ഡൽഹി.
ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കർ ഇത് ആചാരപരമായ കാര്യമാണ്. സ്ത്രീകൾ ബിഷപ്പ് ആകണമെന്നോ ഇമാം ആകണമെന്നോ നിർബന്ധിക്കാൻ ആർക്കും കഴിയില്ല. സർക്കാരും ആക്ടിവിസ്റ്റുകളും ഭക്തരും ഒരുമിച്ചു ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീ രവിശങ്കർ പറഞ്ഞു. Tomorrow you cannot say the imams should be women in the mosque, or we cannot emphasize that bishops should be ladies. See, I am all for gender equality, but this is a matter of religion. This is the matter that the religious body and spiritual people should get together and think over it and consider that. They have the right to follow the tradition and we need to respect them and honor them. കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് നേരെയുള്ള ആക്രമണം നാടിന് അപമാനകരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇത്തരം ആക്രമണങ്ങൾ ബോധപൂർവമാണെന്നും മന്ത്രി വിമർശിച്ചു. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ബ്രിട്ടനും അമേരിക്കയും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ശബരിമല വിഷയത്തിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾക്കിടെ വിദേശികൾക്ക് നേരെയും കല്ലേറുണ്ടായി. കേരളത്തിലുണ്ടായ പ്രതിഷേധങ്ങളും അക്രമങ്ങളും വിദേശ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ബ്രിട്ടനും അമേരിക്കയും പൗരന്മാർക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകിയത്. പ്രളയത്തിനു ശേഷം മന്ദീഭവിച്ച കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കൂടുതൽ തിരിച്ചടിയാകും. വിദേശികൾക്ക് നേരെയുള്ള ആക്രമണം നാടിന് അപമാനമാണെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. മറ്റൊരു രാഷ്ട്രം കേരളത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരം ശ്രദ്ധിക്കണം. അവിടെ ശബരിമല എന്ന ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ വലിയ കോലാഹലം നടക്കുകയാണ്, പ്രക്ഷോഭം നടക്കുകയാണ്. അതുകൊണ്ട് ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല എന്നെല്ലാം പറഞ്ഞ് തങ്ങളുടെ യാത്രയ്ക്ക് വിസ ചോദിക്കുന്ന ആളുകളോടും അല്ലെ യാത്രാനുമതി ചോദിക്കുന്നവർക്കും അത്തരം നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, ഇൻഡിഗോ, വിസ്താര തുടങ്ങിയ വിമാന കമ്പനികളും യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശബരിമല പ്രക്ഷോഭം തുടരുന്നതിനാൽ പൊതുഗതാഗത സംവിധാനങ്ങൾ നിശ്ചലമാകാനിടയുണ്ട്. പല സ്ഥലങ്ങളിലും പോലീസും പ്രക്ഷോഭകരും ഏറ്റുമുട്ടുന്നതിനാൽ അത്തരം സ്ഥലങ്ങളിൽ യാത്ര ഒഴിവാക്കണമെന്നാണ് വിമാന കമ്പനികളുടെ ജാഗ്രതാ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. NSS തെറ്റുതിരുത്തണമെന്ന് മന്ത്രി EP ജയരാജൻ. സുകുമാരൻ നായരുടെ പ്രസ്താവന നിലവാരമില്ലാത്തതാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. RSSനെയും BJPയെയും സഹായിക്കാൻ NSSനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അവർ വലിയ വലിയ പാളിച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തെറ്റ് തിരുത്തി ശരിയായ നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അവർ നല്ലത്. RSSന്റെ ഭീഷണിക്കും RSSന്റെ സമ്മർദ്ദങ്ങൾക്കും കേന്ദ്രഭരണത്തിൻ്റെ ഭീഷണിക്കും ഭയന്ന് NSSനെ കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും NSSനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് യോജിച്ചതേയല്ല. മുത്തലാഖ് ബിൽ രാജ്യസഭ നാളെ പരിഗണിച്ചേക്കും. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ബിൽ അവതരിപ്പിക്കും. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയവും സഭ പരിഗണിക്കും. ലോക്സഭ പാസാക്കിയ ബിൽ കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല. കാവേരി അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് AIADMK MPമാരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. ലോക്സഭയിലെ പോലെ അണ്ണാ DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. TRSും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചേക്കും. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന JDU നിലപാട് NDAയിലും ഭിന്നത സൃഷ്ടിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാതെ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം എന്ന ആവശ്യം കേന്ദ്രം തള്ളി. കേരളത്തിന് ലേലത്തിൽ മത്സരിച്ച് വിമാനത്താവളം ഏറ്റെടുക്കാമെന്നും നേരിട്ട് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നും വ്യോമയാന സഹമന്ത്രി ജയന്ത് സിൻഹ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ തുറന്നുള്ള പ്രവർത്തനം നടത്താൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കണം. അതിന് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക SPV രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായി ആ പ്രവർത്തനം നടത്തിക്കോളാം എന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഭംഗിയായി ആ എയർപോർട്ട് നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ അഭ്യർത്ഥന വെറുതെയായി. തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തെ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ ലേലത്തിൽ പങ്കെടുത്ത് സ്വന്തമാക്കട്ടെ എന്നുമാണ് കേന്ദ്ര നിലപാട്. വിമാനത്താവളം നടത്താൻ SPV രൂപീകരിക്കാൻ കേരളത്തിന് കേന്ദ്രാനുമതി കിട്ടില്ല. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ജയന്ത് സിൻഹ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. We are opening up opportunity for everybody who wants to
take over any of the airports that are being offered under the PPP model. So the airport in Trivandrum will certainly be available for the government of Kerala or any other party who wishes to bid for it, and whoever puts in the best bid will get the airport. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കരുത് എന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയ മന്ത്രി മികച്ച സൗകര്യങ്ങൾ കിട്ടണമെങ്കിൽ സ്വകാര്യവൽക്കരണം നടത്തിയേ പറ്റൂവെന്ന് പറഞ്ഞു. Cochin Airport, which is an airport in Kerala as well, or Kannur Airport, those are wonderful airports that are being operated in the PPP model at very high quality service to passengers and at very affordable rates. And this is exactly the model that we would like to follow for the airport in Trivandrum as well. രാജഭരണകാലത്ത് നൽകിയ ഭൂമിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിൽ നിയമപ്രശ്നങ്ങളുണ്ടെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിമാനത്താവളം ഏറ്റെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലേലത്തിൽ മത്സരിക്കുക മാത്രമാണ് ഇനി കേരളത്തിന് മുമ്പിലുള്ള വഴി. ഇതിനായി കമ്പനി രൂപവൽക്കരിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ലേലത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം പരിഗണിക്കില്ല. ന്യൂസ് 18 ഡൽഹി. തണുത്തു വിറച്ച് സമീപകാലത്തൊന്നും അനുഭവപ്പെടാത്ത കൊടും തണുപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്താകെ അനുഭവപ്പെടുന്നത്. മൂന്നാറിൽ താപനില -3 ഡിഗ്രിയിലെത്തി. വയനാട്, അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിലും കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും ശക്തമാണ്. കശ്മീരിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് മൂന്നാറിൽ. മഞ്ഞണിഞ്ഞ പുൽമേടും തണുത്തുറഞ്ഞ അരുവികളും. സമീപ പ്രദേശങ്ങളായ ചൊക്കനാട്, ചെണ്ടുവാര, ചിറ്റുവാര എന്നിവിടങ്ങളിലെല്ലാം കൊടും തണുപ്പാണ്. കന്നിമല, രാജമല, ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലും താപനില 0-നും താഴെയാണ്. മഞ്ഞുവീഴ്ചയുടെ ഏറ്റവും മനോഹര കാഴ്ച സമ്മാനിക്കുന്നത് വരയാടുകളുടെ കേന്ദ്രം കൂടിയായ രാജമലയാണ്. മൂന്നാർ മേഖലയിൽ ആദ്യം വെയിൽ വെളിച്ചം വീഴുന്നതും രാജമലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഉദയക്കാഴ്ചയും അതിമനോഹരം. അതിശൈത്യം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മഞ്ഞ് കാണാൻ വരുന്നതും. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല തണുപ്പ്. തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, വെക്കാൻ വരാത്ത തണുപ്പ്, ചില്ലോട് ചെല്ലും. നല്ല അടിപൊളി പ്രഭാതമാണ്. കൈകാലുകളെല്ലാം വിറച്ച് നല്ല ഒരു കോടമഞ്ഞിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്നുണ്ട്. കനത്ത മഞ്ഞുവീഴ്ച മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നതെങ്കിലും തേയില, ഏലം തുടങ്ങിയ ചെടികൾക്ക് മഞ്ഞുവീഴ്ച ദോഷം ചെയ്യുന്നുണ്ട്. പകൽ ചൂടിൽ മഞ്ഞുരുകുന്നത് തേയിലച്ചെടികളുടെ പുതുനാമ്പ് കരിഞ്ഞുണങ്ങാൻ കാരണമാവുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടി, മലപ്പുറം ജില്ലയിലെ തമ്പുരാട്ടിക്കല്ല്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ മലയോര മേഖല എന്നിവിടങ്ങളിലെല്ലാം രാത്രി താപനില 0 ഡിഗ്രിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൊടും തണുപ്പ് തുടരുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് 18 മൂന്നാർ. കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന അസാധാരണമായ തണുപ്പിന് കാരണം ഇറാൻ, അഫ്ഗാൻ മേഖലകളിൽ നിന്നുള്ള ശീതക്കാറ്റാണെന്ന് വിദഗ്ധർ പറയുന്നു. ജനുവരി അവസാനം വരെ ഈ കാലാവസ്ഥ തുടരാനാണ് സാധ്യത. കേരളത്തിൽ ഈ ആഴ്ച ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്, 16 ഡിഗ്രി സെൽഷ്യസ്. മിക്ക ജില്ലകളിലും മുൻവർഷത്തേക്കാൾ 4 ഡിഗ്രി വരെ കുറവാണ് രാത്രി താപനില. എന്നാൽ പകൽ താപനിലയിൽ കാര്യമായ വ്യത്യാസമില്ല. ഉച്ചസമയത്ത് നല്ല ചൂടും അനുഭവപ്പെടുന്നു. അന്തരീക്ഷത്തിലെ പകലീർപ്പം 19% വരെ കുറഞ്ഞു. ഇറാൻ, അഫ്ഗാൻ മേഖലയിൽ നിന്നുള്ള ശൈത്യ തരംഗങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തിയതാണ് ഈ വിചിത്ര കാലാവസ്ഥയ്ക്ക് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. കേരളത്തിൽ പതിവ് വിട്ട് കുറച്ച് സമീപ വർഷങ്ങളില്ലാത്ത വിധത്തിലുള്ള തണുപ്പ് അനുഭവപ്പെടുവരുന്നതായിട്ട് പത്ര റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തണുപ്പ് ഏറി വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളിലും അതുപോലെ ഡാറ്റ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്. അതൊരു വസ്തുതയാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ, മൂന്നാറിലൊക്കെ താപനില മൈനസിലേക്ക് പോകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ശീതകാറ്റ് കാരണം ഇന്നു മുതൽ ഒരാഴ്ച വടക്കേ ഇന്ത്യയിലെ തണുപ്പ് കൂടും. ഇതിന്റെ പ്രതിഫലനം കേരളമടക്കം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലും ഡിണ്ടിഗലുമടക്കം തമിഴ്നാട്ടിലെ പല സ്ഥലത്തും രാത്രി താപനില 0-ലും കുറയും. ഇതോടെ കേരളത്തിലും തണുത്തു വിറയ്ക്കും. മേഘങ്ങൾ കുറവായതിനാൽ പകൽ ചൂട് ശക്തമായിരിക്കും. ന്യൂസ് 18 തൃശൂർ. വയനാട്ടിലും മൂന്നാറിലും കൊടും തണുപ്പാണെങ്കിൽ കശ്മീരിലെ സ്ഥിതി എന്താകും? വിശേഷണങ്ങൾക്കപ്പുറത്താണ് പുതുവർഷത്തിൽ കശ്മീരിലെ മഞ്ഞുവീഴ്ച. ജമ്മു കശ്മീരിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മഞ്ഞിനടിയിലാണ്. സ്വിറ്റ്സർലൻഡോ ആസ്ട്രിയയോ അല്ല,
വിനോദസഞ്ചാരങ്ങളുടെ പറുദീസയായ കശ്മീരിലെ ഗുൽമാർഗിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. വെള്ളിയാഴ്ച തുടങ്ങിയ മഞ്ഞുവീഴ്ചയാണ് ജമ്മു കശ്മീരിനെയാകെ വെള്ളപ്പരവതാനിക്കടിയിലാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിക്കുന്ന കടുത്ത ശീതക്കാറ്റിന് ഇതോടെ ശമനമായി. ശ്രീനഗറിൽ 25 സെന്റിമീറ്ററിലധികം മഞ്ഞുവീഴ്ചയുണ്ടായി. മഞ്ഞു പെയ്തു തുടങ്ങിയതോടെ കശ്മീരിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും തുടങ്ങിയിരുന്നു. എന്നാൽ ദിവസങ്ങളായി മഞ്ഞു പെയ്യുന്നത് ടൂറിസം മേഖലയെയും ബാധിച്ചു. മഞ്ഞുവീണ് റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ കശ്മീരിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് മടങ്ങാനോ പുറത്തുനിന്ന് സഞ്ചാരികൾക്ക് എത്താനോ കഴിയാത്ത അവസ്ഥയാണ്. റോഡ്, വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും കാത്തിരിക്കുകയാണ് ഗുൽമാർഗ് അടക്കമുള്ള കാശ്മീരിലെ ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. അവധി ദിവസമായ ഇന്ന് ഉച്ചവരെ 44,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നു. ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ നേതൃത്വത്തിലായിരുന്നു അവലോകന യോഗം. അവധി ദിനമായ ഇന്ന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ട തീർത്ഥാടക തിരക്ക് 10 മണിയോടെ കുറയുകയായിരുന്നു. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം ഏറ്റവും കുറവ് തിരക്കും ഇന്നായിരുന്നു. தரிசனம் சிறப்பாக இருந்துச்சு சாமி. ஆனால் வருஷம் பூரா பார்க்குற கூட்டத்தை காட்டிலும் மிகவும் கூட்டங்கள் ரொம்ப கம்மியாக இருக்கு இந்த வருஷம். സന്നിധാനത്തോ മറ്റിടങ്ങളിലോ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. തിരക്ക് കുറഞ്ഞതോടെ സുഗമമായി അയ്യപ്പ ദർശനം സാധ്യമായതായി തീർത്ഥാടകർ. நல்லாட்டு இருந்துச்சு. சாமியோட தரிசனம் கிடைச்சது பெரிய புண்ணியம். முத வருஷம் வந்திருக்கேன். 18 வழி பாத யாத்திரை வந்திருக்கோம். ரொம்ப பெருமையா இருந்துச்சு. சாமியை பார்த்தா நல்லா இருந்துச்சு. கூட்டம் கம்மியா இருக்கு. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാർ പിടിവാശിയാണ് തിരക്ക് കുറയാനുള്ള കാരണമെന്നും ചില തീർത്ഥാടകർ ആരോപിക്കുന്നു. ന്യൂസ് 18 സന്നിധാനം. ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ വാസു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം. ദേവസ്വം ബോർഡാണ് അല്ല ചോദ്യം തെറ്റാണ്. തന്ത്രി നടയടച്ചത് തെറ്റാണെന്ന് വളരെ വ്യക്തമാണ്. അതിൽ സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ആചാരലംഘനം ഉണ്ടെന്ന് തന്നെ വാദത്തിന് സമ്മതിച്ചാൽ തന്ത്രി ചെയ്യേണ്ട ഒരു നടപടിക്രമമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളോട് ആവശ്യപ്പെട്ട് അവരുടെ രേഖാമൂലമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടയടക്കുകയും ശുദ്ധിക്കുകയും. ഇല്ല, അദ്ദേഹം അങ്ങനെ സമ്മതിച്ചിട്ടില്ല. മറുപടി പറയുന്നതിന് മുമ്പ് തന്ത്രി ഫോൺ ഓഫ് ചെയ്തു. ദേവസ്വം ബോർഡിന്റെ ഈ അധികാരത്തെ ലംഘിച്ച തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും അധികാരമുണ്ടല്ലോ. തന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് മാനുവൽ പ്രകാരം അധികാരമുണ്ട്. തന്ത്രി ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. അല്ല, അത് ഇത് തമ്മിൽ വ്യത്യാസം. അല്ല, അതാണ് അത്. നിങ്ങളത് ക്ഷമയോടുകൂടി മനസ്സിലാക്കുക. ഒന്ന് അല്ല, ഒരാൾ ചോദിച്ചാൽ ഒരാൾ പറയും. അവിടെ നിന്ന് പറഞ്ഞാലേ എങ്ങനെ? തീർച്ചയായും. എന്താണ് ദ ടെമ്പിൾ ഈസ് ഓൺഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. മനസ്സിലായല്ലോ? അതന്നെ. ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള അധികാരത്തെ ലംഘിച്ച തന്ത്രിക്കെതിരെ തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡ് അധികാരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടപടി അതില് ഈ തന്ത്രിയെ മാറ്റണോ വേണ്ടായോ എന്നൊക്കെ ഇതൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ഒരു കോടതി ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ചില നടപടിക്രമങ്ങളില്ലേ? ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ ഉടനെ നേരെ ഇങ്ങോട്ട് വിളിച്ച് ജയിലിൽ അടയ്ക്കുകയല്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇതിനകത്തൊക്കെ സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട്. ഒരാൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുമ്പ് ഒരു വിശദീകരണ നോട്ടീസ് കൊടുക്കണം. വിശദീകരണ നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം. കേട്ടിട്ട് അത് ബോർഡ് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും എന്ത് നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് സ്ട്രെയിറ്റ് അവേ
ഇപ്പോഴേ അങ്ങ് ചെവിക്ക് പിടിച്ച് പുറത്താക്കുക അങ്ങനെയുള്ള ഒരു തീരുമാനമല്ല എടുക്കാൻ കഴിയില്ല. അത് നിയമപരമായിട്ട് ശരിയില്ല, സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. യുവതികൾ കയറിയതിനു ശേഷം തന്ത്രി ഇങ്ങനെ നടയടച്ചു, ശുദ്ധിക്രിയ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ യുവതി കയറിയതായി സ്ഥിരീകരിച്ചു. പക്ഷേ നടയടച്ചില്ല, ശുദ്ധിക്രിയ നടത്തിയില്ല. ദേവസ്വം ബോർഡ് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തിയത് കൊണ്ടാണോ അന്ന് ശുദ്ധിക്രിയ നടക്കാതിരുന്നത്? അല്ല, നടൻ ശ്രീനിവാസൻ മീൻ കച്ചവടക്കാരനാകുന്നു. സിനിമയിലല്ല, ജീവിതത്തിലാണ് മീൻ കച്ചവടക്കാരന്റെ വേഷത്തിൽ ശ്രീനിവാസൻ എത്തുന്നത്. ഉദയശ്രീ എന്ന് പേരിട്ടിരിക്കുന്ന വിപണന സ്ഥാപനം നടൻ സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. സിനിമയിൽ വ്യത്യസ്തമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ മീൻ കച്ചവടക്കാരന്റെ റോളിൽ ശ്രീനിവാസൻ എത്തുന്നത് ഇതാദ്യമായി. രാസവസ്തുക്കൾ കലരാത്ത വിഷമുക്തമായ മത്സ്യങ്ങൾ ഇനി ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള ഉദയശ്രീ വിപണന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. നമ്മൾ പച്ചക്കറി ഇവിടെ വിൽപ്പന നടത്തുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചപ്പോൾ സ്ഥിരമായിട്ട് ആളുകൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ശുദ്ധമായ രീതിയിൽ പരമാവധി അങ്ങനെ അല്ലാത്തൊരു മീൻ ഇവിടെ വിൽപ്പനക്ക് ഉണ്ടാവില്ല. കായൽ മത്സ്യങ്ങൾക്ക് പുറമെ വിഷമുക്തമായ കടൽ മത്സ്യങ്ങളും എറണാകുളം കണ്ടനാട് പ്രവർത്തിക്കുന്ന ഉദയശ്രീയിൽ ലഭ്യമാണ്. നടൻ സലീംകുമാറാണ് മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ 250 രൂപയ്ക്കൊക്കെ കരിമീൻ കിട്ടാറുണ്ട്. അതെല്ലാം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കരിമീൻ, അത് നമ്മുടെ നാട്ടിലുള്ള ചെറിയ കരിമീനെ കൂട്ടിയൊക്കെയാണ് വിൽക്കുന്നത്. പക്ഷേ ഇവർ ലൈവായിട്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചിട്ട് വളരെ ലൈവായിട്ട് അത് കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞത് അതൊന്ന് കാണാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. പൂർണ്ണമായും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും ശ്രീനിവാസൻ വിൽക്കുന്നുണ്ട്. ഈ വിപണന കേന്ദ്രത്തിന് സമീപമാണ് മത്സ്യവിൽപ്പനയും ഉള്ളത്. ന്യൂസ് 18 കൊച്ചി.